ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ തോട് വെട്ടുന്നൊരു വീഡിയോ ആണ്. ഇത് തോടല്ലല്ലോ, കുളം പോലെ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ശരിക്കും ഇതൊരു വലിയ തോടായിരുന്നു, ഇപ്പം ചെറുതായി മൂടി മൂടി കുളം പോലെ ആക്കിയതാണ്. അപ്പോൾ 30 വർഷമായി നമ്മൾ ഈ തോട് വെട്ടിയിട്ട്. അപ്പോൾ ഇഷ്ടം പോലെ ചെളിയുണ്ട് ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മോട്ടർ വെച്ച് ചെളി കയറ്റാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊരു മോട്ടർ എടുത്തിട്ടുണ്ട്. നല്ല ഒന്നൊന്നര മോട്ടറാണ്. വെള്ളം മാത്രമല്ല, ഇത് ചെളിയും വലിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് വെട്ടാത്തൊരു തോടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചെളി, പിന്നെ കമ്പുകൾ, കല്ലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ വളർത്തുന്നുണ്ട്. ഈ തോട്ടിൽ നമ്മൾ മീൻ പിടിച്ച് ചൂണ്ടയിട്ട് പിരാനേനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ന് എന്തോരം മീനെ കിട്ടും എന്ന് നോക്കാം. അതും നമ്മുടെ ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ഇവർ പണിക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് 4-2-6 പേരാണുള്ളത്. 2 പേരും മോട്ടറിൻ്റെ പണിക്കാരാണ്, 4 പേരാണ് തോട് വെട്ടാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം മോട്ടർ ഫില്ല് ചെയ്ത് ഡീസലൊക്കെ ഒഴിച്ച് ആൾ സ്റ്റാർട്ട് ചെയ്തു. മുയലൊക്കെ ഓടിപ്പോയുണ്ടോ, നമുക്കത് കവർ ചെയ്യണം. നല്ല അടിപൊളി പുക വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം പറ്റും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റിനകം തന്നെ ഉള്ള വെള്ളമൊക്കെ പറ്റി നമ്മൾ മീന എടുക്കാൻ തുടങ്ങി. നല്ല നട്ടർ, റെഡ് ബെല്ലി പിരാന, സൂപ്പർ സാധനമുണ്ട്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇത്ര പെട്ടെന്ന് തന്നെ മീനെല്ലാം വെള്ളമെല്ലാം പറ്റി മീൻ പിടിക്കാൻ തുടങ്ങി. ഇതിൽ നട്ടറും പിലോപ്പി, ആ 2 മീനുമാണ് ഉള്ളത് മെയിനായിട്ട്. കണ്ടോ, ഒരുപാട് ചേറും ചെളിയും. കണ്ടോ, ജിത്തു ഉണ്ട് നമ്മുടെ ഒപ്പം. ജിത്തു ആണ് എന്നെ ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ജിത്തോടൊപ്പം തന്നെ മോട്ടർ ശരിയാക്കാൻ വന്ന ചേട്ടനുണ്ട്, മോട്ടർ ഓപ്പറേറ്റർ ഉണ്ട്. നല്ല പട്ടക്കണ മീൻ, സൂപ്പർ സാധനം. ചാടിപ്പോയി. അത്യാവശ്യം കണോലില്ല, നല്ല വലുതാണ് കേട്ടോ. എൻ്റെ കാലിനയിലും വലുതാണ്. ഒരു 10-12 ഇഞ്ചൊക്കെ ഉണ്ടാവും. നല്ല വെയിറ്റും ഉണ്ട്. ഈ സാധനം നമ്മൾ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും കൊടുക്കാനായിട്ടാണ്. നമ്മൾ ഇനി ഇതിനെ വളർത്തില്ല. ഒരു ഹാർവെസ്റ്റിംഗ് പോലെ. ഇത് പിലോപ്പി, ചിലയിടത്ത് സിലോപ്പി എന്ന് പറയും, തിലാപ്പിയ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ പിലോപ്പി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് അടുത്ത ആൾ നട്ടർ. നിങ്ങൾ കണ്ടോ, ഫുൾ ചെളിയാണ്. ഈ ഒരു തോട് ഫുൾ ചെളിയും കമ്പും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിലോട്ട് വന്ന് മരുന്ന് അവൻ്റെ കൈയിൻ്റെ 2 ഇരട്ടി ഉണ്ട് സാധനം. ആൾ ഭയങ്കര ശാന്തനായിട്ട് തന്നെ ആ ഫ്രിഡ്ജ് ബോക്സിലോട്ട് വീണിട്ടുണ്ട്. പടച്ച് പുറത്തോട്ടൊന്നും പോയില്ല. മീൻവെല്ല അവിടെ തേകൽ തുടങ്ങി. ഇതിന് തോട് കുളം തേകണമെന്ന് പറയുന്നത്. ഇവർ 4 പേര് 2 സൈഡിലായിട്ട് നിന്നിട്ട് ആ കയറിൽ ടച്ച് ചെയ്ത ആ ഒരു എന്താ പറയുക, അതിനൊരു പേര് പറയും, എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഞാൻ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ആ സാധനം വെച്ചിട്ട് ചെയറിങ്ങനെ വലിച്ച് കരപ്പയിലോട്ട് ഇടും. അപ്പോൾ ഈ തോട് വെട്ടുന്നതിന് മുമ്പ് കര അതായത് ലാൻഡ് മര്യാദക്ക് റെഡിയാക്കി വെക്കണം. എന്നാലേ ആ ചെയർ അവിടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് തോട്ടിലോട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ഈ 4 പേര് മാത്രമല്ല വർക്ക് ചെയ്യുന്ന. ആ താഴെ തോട്ടിൽ നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടോ, പുള്ളിയുടെ കയ്യിൽ ടൂളുണ്ട്. ആ ടൂൾ വെച്ച് പുള്ളി ഈ ചെളിയെല്ലാം അങ്ങോട്ട് നീക്കി കൊടുക്കും. ഇവർ ഈ കരയില പുല്ലെല്ലാം വെട്ടി ലെവലാക്കി അതിലോട്ടാണ് ഈ ചെളി ഇടുന്നത് കേട്ടോ. മറ്റേ സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ, ആ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ചേട്ടനും ചെളി അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കും. കണ്ടോ, പുഷ് ചെയ്ത് കൊടുക്കുന്ന ആ ചെളി അവരത് കോരിക്കളയും. പണ്ട് ഞാൻ 3-4 പഠിക്കുന്ന സമയത്തൊക്കെയാണ് അവസാനമായിട്ട് ഈ തോടൊക്കെ ഒന്ന് തേകിയത്, തോട് വെട്ടിയത്. അപ്പോൾ അതിനുശേഷമുള്ള കുറേ നാളത്തെ ചെളിയെല്ലാം ഈ തോട്ടിലുണ്ട്. അപ്പോൾ ഇവർ വന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് പണി തീരും എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇവിടെ വന്നത്. പക്ഷേ ഈ ചെളിയൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കൈയെടുത്ത് വെച്ചത് മൂർഖൻ പാമ്പിൻ്റെ വായിലാണെന്ന്. കല്ല്, പിന്നെ തെങ്ങിൻ്റെ പൊറ്റകൾ,
പിന്നെ ഈ മുളയുടെ കമ്പുകൾ, ചില്ലകളെല്ലാം തോട്ടിലുണ്ട്. ഓക്കെ, ഇവരിങ്ങനെ ചെളി കോരി കോരി കളയുകയാണ്. അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇതൊന്നും ഇനിയുള്ള തലമുറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ഗ്രാമപ്രദേശങ്ങളായിരിക്കണം. ഇത് നല്ലൊരു എക്സസൈസാണ് കേട്ടോ. ഈ മുകളിൽ നിന്ന് വലിക്കണവരുടെ അപ്പർ ബോഡി ഫുള്ള് വർക്ക് ചെയ്യണമെന്നുണ്ട്. അവരുടെ ബാക്കും തൈസും ബൈസും ട്രൈസും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സസൈസാണ്. പിന്നെ ഈ ബ്ലൂ ഷർട്ട് ഇട്ട ചേട്ടന് 50-55 വയസ്സുണ്ട്. കാണാൻ ഇപ്പോഴും ചെറുപ്പം, നല്ല ഹെൽത്തിയാണ്. കാരണം ഇവരുടെ പണി ഡെയിലി നല്ല വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫിസിക്കലി നല്ല ഫിറ്റുമാണ്. ചെളിയുണ്ടോ, കറുത്ത ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അത്ര ഇതാണ്. കാരണം കമ്പും ചില്ലയൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർ ആ ചെളി അങ്ങോട്ട് പുഷ് ചെയ്യുന്നത്. ഇത് കലപ്പയിലിട്ട് ചെളി അവർ നിരത്തുന്നതുണ്ടോ. ഇത് ഫുൾ ചെളിയാണ്. നല്ല എന്താ പറയുക, കൃഷി ചെയ്യാൻ പറ്റിയ ചെളിയാണ്. ഇത് മണ്ണായി കഴിഞ്ഞാൽ നല്ല വളം ഉണ്ടാകുമെന്ന് പറയുന്നത്. വാഴക്കൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാഴ കുലക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല. കാരണം വാഴ അവിടെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത സൈഡ് അവർ സ്റ്റാർട്ട് ചെയ്തു. അവരിപ്പോൾ തോടിൻ്റെ പടിഞ്ഞാറേ സൈഡിൽ നിന്ന് ചെളിയെടുക്കുന്നതാണ് ഈ സീൻ. ആ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ അവർ ഇടുന്നത്. അപ്പോൾ തെങ്ങിനും നല്ല വളമാണ്. പുറത്ത് തന്നെ അവിടുത്തെ ഈ ചെളി എന്ന് പറയുമ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല മണ്ണായിട്ട് വരും. അപ്പോൾ പറമ്പിൽ കുറച്ച് മണ്ണും കയറും, തോട്ടിലെ ചെളിയും പോവും, തോട് നന്നാവുകയും ചെയ്യും. അപ്പോൾ കുറേ യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല വളവുമാണ്, ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് കിടക്കുന്ന ചെളി അത്. പിന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ തോട്ടിൽ ചിലപ്പോൾ വല്ല പാമ്പോ പിന്നെ ചെളിയുടെ അകത്ത് വല്ല കുപ്പിച്ചില്ലോ കല്ലുകളോ കൂർത്ത കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കാല്, തോട്ടിയിരിക്കുന്ന ആളുടെ കാല് കുത്തി കയറും. അപ്പോൾ ഈ ബ്ലൂ ഷർട്ട് ഇട്ട ചേട്ടൻ്റെ തൊട്ടടുത്തൊരു വലിയൊരു കുപ്പിച്ചിലുണ്ടായി. ജസ്റ്റിന് ഉള്ളിൽ രക്ഷപ്പെട്ട്, ഒന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ ചെളി എടുക്കുന്നു. പക്ഷേ അതിൻ്റെ സൈഡിൽ കുറേ കമ്പും ചില്ലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ഉണ്ടോ, ഫസ്റ്റ് ഡേ ഇത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ദിവസത്തെ ഫുട്ടേജാണ്. ആ പാടെന്ന് പറഞ്ഞാൽ ആമ നടന്ന പാടാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഇത്രയും വെള്ളവുമായി തോട്ടി കിടക്കുന്ന അവരുടെ ടൂളാണ്, പണിക്കാരുടെ ഒരു സാധനമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവർ മോട്ടർ ഫിറ്റ് ചെയ്യുന്നു. അവർ ഒരു ദിവസമാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും വന്ന് ചെളിയും ഈ കമ്പൊക്കെ കണ്ടപ്പോൾ ഈ മോട്ടർ അധികം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഈ ചെളി അടിച്ച് കളയാൻ വെള്ളം വേണം. പക്ഷേ ഉറവ അത്ര ഇതുണ്ടായില്ല. ഇത് വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഉറവ കുറവായിരുന്നു, വെള്ളം കുറവായിരുന്നതുകൊണ്ട് അവർക്ക് മോട്ടർ വെച്ചിട്ട് ചെളി കളയാൻ പറ്റില്ല. ചെളി ഈ വെള്ളത്തിലിങ്ങനെ ഡൈല്യൂട്ട് ചെയ്താണ് ഇവർ അടിച്ച് കളയുന്നത്. ഇത് ഭയങ്കര കട്ടച്ചെളിയായിപ്പോയി. അതുകൊണ്ട് ഈ മോട്ടറിൻ്റെ യൂസേജ് അധികം വന്നില്ല. ഈ വെള്ളം വറ്റിക്കാനും കുറച്ച് ചെളി മാത്രമേ ഈ മോട്ടർ വെച്ച് കളയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആദ്യ ദിവസം തന്നെ ഒരുമാതിരി പകുതി പണി കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾ കണ്ടോ, മട്ടയൊക്കെ സൈഡൊക്കെ നല്ല ഇതാക്കി അവർ വെച്ചു. പുറത്തെ ചെളിയിട്ട് ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ തെങ്ങിൻ്റെ ചുറ്റും, തെങ്ങിൻ തൈയുടെ ചുറ്റും. അതെല്ലാം ഉണങ്ങാനൊരു 3-4 ദിവസം കൊടുക്കും, ഉണങ്ങി ഒന്ന് കട്ട് ചെയ്യാവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ പണിക്ക് വേണ്ടിയുള്ള മിനുക്കുപണികൾ അവർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾ അറിയാൻ പാടില്ലാത്ത പണിക്കാരെ വിളിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾ അവരോട് ടൈം ചോദിക്കണം. രാവിലെ എത്ര മണി മുതൽ വൈകുന്നേരം എത്ര മണി വരെ പണിയുന്നതെന്ന് പ്രത്യേകം ചോദിക്കണം. പിന്നെ കാരണം ഞാൻ ആദ്യത്തെ ദിവസം നിന്നുള്ളൂ, രണ്ടാമത്തെ ദിവസം ഞാൻ ഉണ്ടായില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും പണി പറഞ്ഞവരെ കൊണ്ട് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു സൈഡിൽ ഇറങ്ങി പോകുന്ന സമയത്ത്. പക്ഷേ രണ്ടാമത്തെ ദിവസം ഞാൻ ഉണ്ടായില്ല. അപ്പോൾ അവരത് ചെയ്തില്ല. അവർ ഈവൻ 3 മണി 3:30 പണി നിർത്തി പോയെങ്കിലും അത് ചെയ്തില്ല. അപ്പോൾ സൂപ്പർവൈസേഴ്സ് ആരെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് വേണം, നമ്മുടെ വീട്ടിലോ ആരെങ്കിലും വെച്ച് പണി ചെയ്യിപ്പിക്കണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ്. ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻകംപ്ലീറ്റ് ആക്കിയാണ് പോയത്. അപ്പോൾ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. എന്നാലും എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോട് വെട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. അത് ഈ മോട്ടർ സെറ്റ് അറേഞ്ച് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട്, ആ ചേട്ടനാണ്.
പുള്ളി വർക്ക് പിടിച്ച് പുള്ളി കംപ്ലീറ്റ് ആക്കി ചെയ്തു കൊടുക്കും. നമ്മൾ ഈ പണിക്കാരെ വിശ്വസിച്ചൊന്നും ചെയ്യരുത്. ഇതുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആരെങ്കിലും നമ്മൾ പറഞ്ഞ് അവരുടെ വഴി അവർ ചെയ്യിപ്പിച്ചോളും. നമ്മളില്ലെങ്കിലും ആ കോൺട്രാക്ടറിൻ്റെ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി വന്ന് ചെയ്തേനേന്ന് പുള്ളി പറഞ്ഞിരുന്നു. പുള്ളിയുടെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. കാരണം ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്ന് കുറേ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇവരെ കിട്ടിയത്. പക്ഷേ ഇവരുടെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡും അല്ലായിരുന്നു. ഈ രണ്ട് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന ചേട്ടന്മാർ വളരെ നല്ല ഹാർഡ് വർക്കേഴ്സാണ്. അവരാണ്, നിങ്ങൾ കണ്ടല്ലോ, ചെളിയെല്ലാം പുഷ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവരാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. രണ്ടാമത്തെ ദിവസം അവരെ വെള്ളമെല്ലാം പറ്റിച്ച് ബാക്കിയുള്ള ചെളിയെല്ലാം കണ്ടോ അടിച്ചു തന്നെ കണ്ടോ, ചെളിയെല്ലാം ആ പൈപ്പ് വഴി അപ്പുറത്തെ പറമ്പിലോട്ട് കുറച്ച് മാറ്റുന്നുണ്ട്. ഈ ചെളി ഇങ്ങനെ കളയണമെങ്കിൽ വെള്ളം വേണം കേട്ടോ. തോട്ടിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെളി പോവില്ല. കാരണം ചെളി വന്ന് അടഞ്ഞു നിൽക്കും, പിന്നെ മോട്ടറിനും കംപ്ലൈൻ്റ് ആവും. ഈ രണ്ട് പേരാണ് എൻ്റെ സൂപ്പർ സ്റ്റാർസ്. ഈ തോടിൻ്റെ സൈഡിൽ നിങ്ങൾ മുള കണ്ടോ? ആ മുള ഉള്ളതുകൊണ്ട് വേനൽക്കാലത്ത് തോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കവറിങ് ആയിരിക്കും, നല്ല ഷെയ്ഡായിരിക്കും. അതുകൊണ്ട് വെയിലടിക്കില്ല, എത്ര നേരം വേണമെങ്കിലും നമുക്ക് തോട്ടിൽ കിടക്കാം. അപ്പോൾ എൻ്റെ മെയിൻ ഒരു സ്വപ്നമായിരുന്നു ഈ തോടൊന്ന് വെട്ടിയിട്ട് ഇതിലൊന്ന് കുളിക്കണമെന്ന്. കണ്ടോ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. രണ്ടാമത്തെ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. അവർ വെള്ളം വറ്റിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് സംഭവം. നിങ്ങൾ ആദ്യത്തെ ദിവസം കണ്ട ആ ഒരു ഇതും ഇപ്പോഴത്തെ ദിവസം കണ്ട ആ ഒരു തമ്മിൽ വ്യത്യാസം കണ്ടോ? ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. ഈ ചേട്ടനാണ് ഞാൻ പണിയേൽപ്പിച്ചത്. ഈ ചേട്ടൻ നല്ല റെസ്പോൺസിബിളാണ്. കാരണം ചേട്ടൻ പണി ഏറ്റതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം പുള്ളി എടുക്കണമല്ലോ. പുള്ളി നന്നായിട്ടിരുന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. എന്തായാലും 2 ദിവസം ആയി. രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ള ചേറും കൂടി തേക്കി കളയുന്നുണ്ട്. അവരൊരുപാട് ചേറ് കളഞ്ഞു. കാരണം നിങ്ങൾക്ക് കാണാം ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനും ഇന്നലത്തെ ആ ഒരു തോടിൻ്റെ ആഴവും ഇന്നത്തെ ആഴവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ തോട് വെട്ടലും. കാരണം എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ഞാൻ അത് കണ്ടിട്ടില്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യുന്നത്. ഓർമ്മ വരുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ബിറ്റ്സ് ഓഫ് മെമ്മറീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അമ്മൂമ്മേനെ ഞാൻ വളരെ മിസ് ചെയ്തു ഈ ഒരു സമയത്ത്. കാരണം അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇവിടെ സൂപ്പർവൈസറായിട്ട് നിന്നിട്ട് ഇവരെ കൊണ്ട് എല്ലാ പണിയും കറക്റ്റായിട്ട് എടുപ്പിച്ചാണ്. അപ്പോൾ പുള്ളി മണ്ണ് കണ്ട് തട്ട് കണ്ട് തോടിൻ്റെ തട്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ തോടിൻ്റെ ആഴം നോക്കിയാൽ നേരത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒരാൾ പൊക്കത്തിൽ മേലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തോടിൻ്റെ ആഴം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് തോട് വെട്ടുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ബൈ.